തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ. ഇപ്പൊക്കെ എന്തോ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധ കുട്ടനായാലും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്. പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടുറോ. ആ इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझा? ആ എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതിക്ക് ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടും ചെയ്യില്ല. അല്ല അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ. താ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ കൊണ്ടല്ലേ